ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ. കഴിഞ്ഞ ദിവസം നമ്മൾ എഞ്ചിനീയറിംഗ് മാത്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് എഞ്ചിനീയറിംഗ് ഫിസിക്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് ആദ്യത്തെ സെമിസ്റ്ററുകളിൽ പഠിക്കുന്ന സബ്ജക്ട്സിനെ കുറിച്ച് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതേപോലെ ആ സബ്ജക്ട്സ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഉണ്ടാവും. അപ്പോൾ ഒരു കോളേജിൽ കുറച്ച് ബ്രാഞ്ചസിന് ഫസ്റ്റ് സെമിസ്റ്ററിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണെങ്കിൽ ബാക്കി ബ്രാഞ്ചസിന് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആയിരിക്കും കൊടുക്കുക. S2 എത്തുമ്പോഴായിരിക്കും ആദ്യം ഫിസിക്സ് പഠിച്ചവർ കെമിസ്ട്രി പഠിക്കുക, കെമിസ്ട്രി പഠിച്ചവർ ഫിസിക്സ് പഠിക്കുക. അങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പം എഞ്ചിനീയറിംഗ് ഫിസിക്സ് നിങ്ങൾക്ക് ചിലപ്പോൾ S1 അല്ലെങ്കിൽ S2 എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള ഫിസിക്സിന്റെ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. ഇപ്പൊ S1 നമ്മളുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ് A, B, C, D. ഓരോ ഗ്രൂപ്പിനും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ സിലബസ് എന്ന് പറയുന്നത്. എനിവേ അതിനകത്ത് നമുക്ക് സെമി കണ്ടക്ടർ ഫിസിക്സ് പഠിക്കാനുണ്ടാവും, അതേപോലെ തന്നെ കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും, റേ ഒപ്റ്റിക്സ് പഠിക്കാനുണ്ടാവും, ഫൈബർ ഒപ്റ്റിക്സ് പഠിക്കാനുണ്ടാവും, ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാനുണ്ടാവും. പിന്നെ ഗ്രൂപ്പ് സിയിലാന്ന് തോന്നുന്നു എനിക്ക് അൾട്രാസോണിക് വേവ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് വരുന്നത്. ഓരോ ഗ്രൂപ്പിനും സിലബസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ +2 ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ഹയർ ആയിട്ടായിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പോൾ എന്തായാലും +2 നിങ്ങൾ ഫിസിക്സ് സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. കാരണം എഞ്ചിനീയറിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ എന്തായാലും ഫിസിക്സും മാത്സും ഒക്കെ തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടല്ലോ, +2 കഴിഞ്ഞ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. എക്സാം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ടഫ് ഒന്നും ആയിരിക്കില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ S1 അല്ലെങ്കിൽ S2 സെമിസ്റ്റർ 1 സെമിസ്റ്റർ 2 പഠിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ തന്നെ ഒരു ഫൗണ്ടേഷൻ ആണ്. കാരണം ഈ പഠിക്കുന്ന സബ്ജക്ട്സിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും പിന്നീട് നിങ്ങളുടെ കോർ സബ്ജക്റ്റിലൊക്കെ വരിക. ഇപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്നത് ബേസ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ പിന്നീടുള്ള നിങ്ങളുടെ ഇലക്ട്രോണിക്സിലെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സബ്ജക്ട് പഠിക്കണു, അതിന്റെ എക്സാം എഴുതുന്നു, മാർക്ക് വാങ്ങിക്കുന്നു എന്നുള്ളതിനപ്പുറം നിങ്ങൾ ആ പഠിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കണം. ജസ്റ്റ് കുറെ ക്വസ്റ്റ്യൻ ആൻസർ മഗപ്പ് ചെയ്ത് എക്സാമിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മളുടെ ലക്ഷ്യം. നമ്മൾ പഠിക്കുന്ന കാര്യം പിന്നീട് അത് മറ്റ് പല സബ്ജക്ട്സിലും അതിന്റെ ആപ്ലിക്കേഷൻ വരും എന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ ഓൺവേർഡ്സ് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമുക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ലേണിനോ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ ക്ലാസ്സസ് ഒക്കെ തന്നെ അതിൽ അവൈലബിൾ ആണ്, റെക്കോർഡഡ് ക്ലാസ്സസ്. സോ നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് അത് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.